ഗോപാലകൃഷ്ണൻ പോലീസിൽ വ്യാജ പരാതി നൽകിയതും മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടാക്കിയതും ചാർജ് മെമ്മോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഉദ്യോഗസ്ഥ പോലീസിന് നൽകിയ സ്ക്രീൻഷോട്ടും റിപ്പോർട്ടും ചാർജ് മെമ്മോയിൽ ഉൾപ്പെട്ടിട്ടില്ല. IAS-കാർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമാണ് മെമ്മോയിൽ പറയുന്നത്. വി വിനോദ് തന്നെ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഇപ്പോൾ നമുക്കറിയാം ആദ്യഘട്ടം മുതൽ ഇതിലൊരു ഒരുപാട് സംശയങ്ങൾ നിലനിന്നിരുന്ന ഒരു സംഭവമാണ്. കാരണം ഇത്ര വലിയ ഒരു സംസ്ഥാനത്തിനെ പലതരത്തിൽ നമ്മുടെ പല വിഷയങ്ങളെയും ബാധിക്കുന്ന ഒരു സംഭവമായിട്ടും മതാടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു IAS ഉദ്യോഗസ്ഥർ ഗ്രൂപ്പ് ഉണ്ടാക്കുക, അതിന് അഡ്മിൻ ആവുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, പിന്നീട് കണ്ടുപിടിക്കപ്പെടുമ്പോൾ ഡിലീറ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരിക്കലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഉന്നത പദവിയിരിക്കുന്ന ഒരാൾക്ക് ഭൂഷണമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത ഒരാൾ, പക്ഷേ അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള ശ്രമം ആദ്യം മുതൽ തന്നെ നടക്കുകയാണ്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ അത് സംഭവിച്ചു. നാർക്കോട്ടിക് സെൽ DYSP കൂടെ അന്വേഷിപ്പിക്കുന്നു. അതിൽ പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നു. വർഗീയ പരാമർശങ്ങളില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ചാർജ് മെമ്മോ നൽകുമ്പോഴും അതിലും ചില രക്ഷപ്പെടുത്തൽ എലമെന്റ്സ് കടന്നുകൂടുകയാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏതൊക്കെ തലത്തിലാണ് ഈ വിഷയത്തിൽ ഇതിന് ലഘൂകരിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നത്? ഗോപാലകൃഷ്ണനെ സംരക്ഷിക്കുന്ന നിലയിലേക്ക് സർക്കാർ പോകുന്നു എന്ന ആരോപണം ശക്തമാവുകയാണ്. കാരണം ഈ ചാർജ് മെമ്മോയിൽ ഇതുവരെ ഉന്നയിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ടിൽ കണ്ടെത്തിയ വിവരങ്ങൾ പോലും ചേർക്കാതുള്ള ഒരു ചാർജ് മെമ്മോയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ചീഫ് സെക്രട്ടറിയുടേതാണ് ഈ നടപടി. അതിൽ പ്രധാനമായും പറയുന്നത് ഭിന്നതയുണ്ടാക്കാൻ ശ്രമിച്ചു. അതായത് IAS ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു ഭിന്നത ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം ഉണ്ടായി എന്ന കാര്യം മാത്രമാണ്. മറിച്ച് മല്ലു ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനെക്കുറിച്ച് പരാമർശമില്ല. ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് വിവാദമായതിന് പിന്നാലെ അത് ബാലൻസ് ചെയ്യാൻ എന്ന് കരുതേണ്ടിയിരിക്കുന്നു. മുസ്ലിം ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, അതിനെക്കുറിച്ച് പരാമർശമില്ല. ഒരു വനിതാ IAS ഉദ്യോഗസ്ഥ ഈ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ പോലീസിന് കൈമാറിയിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിരുന്നു. ഈ കാര്യവും ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ നേരത്തെ സസ്പെൻഷൻ ഓർഡർ പുറത്തിറങ്ങിയപ്പോൾ അതിൽ അക്കമിട്ട് പറഞ്ഞിരുന്ന സർവീസ് ചട്ട ലംഘനങ്ങളുണ്ട്. ആ സർവീസ് ചട്ട ലംഘനങ്ങൾക്ക് അടിസ്ഥാനമാകുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളോ വിലയിരുത്തലുകളോ ഇല്ലാതുള്ള ഒരു ചാർജ് മെമ്മോയാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അത് സ്വാഭാവികമായും ഈ ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോടതിയിലോ പോയാൽ ഒരുപക്ഷെ ഇത്തരം ഒരു ചാർജ് മെമ്മോയാണ് മുന്നിലുള്ളതെങ്കിൽ സ്വാഭാവികമായും ഗോപാലകൃഷ്ണന് വലിയ നിയമ പോരാട്ടം നടത്തേണ്ടി വരില്ല. അദ്ദേഹത്തിന് വളരെ സുഖമായി വീണ്ടും സർവീസിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് ആരെ സന്തോഷിപ്പിക്കാനാണ് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉണ്ടാകുന്നത്. ഒരു ദീപാവലി ദിവസമാണ് ഇങ്ങനെ ഹിന്ദു ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ആദ്യത്തെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. ഇത് തന്നെ കേന്ദ്രത്തിലെ ചില നേതാക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഗോപാലകൃഷ്ണൻ ചെയ്തതാണ്. ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ സുരക്ഷിതമാക്കുന്നതിനും കൂടുതൽ എളുപ്പമാക്കുന്നതിനും ഒരു IAS ഉദ്യോഗസ്ഥൻ അദ്ദേഹം അങ്ങനെ ഒരു ചെയ്തിയിലേക്ക് പോയി എന്ന ആരോപണമാണ് IAS ഉദ്യോഗസ്ഥരിൽ തന്നെ ഒരു വിഭാഗം രഹസ്യമായെങ്കിലും പിന്നീട് സമ്മതിക്കുന്നതും അല്ലെങ്കിൽ അവരങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്നതും. മാത്രമല്ല, ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ഒരു വിവാദത്തിൽ ചെന്നുപെട്ട ശേഷം സാധാരണ IAS ഉദ്യോഗസ്ഥരുടെ സംഘടനയായ IAS അസോസിയേഷൻ അവർ വാർത്താക്കുറിപ്പ് ഇറക്കാറുണ്ട്. ഈ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച് മുന്നോട്ട് വരുന്ന നിലയുണ്ട്. നേരത്തെ മന്ത്രിമാരെ പോലും വിമർശിച്ചുകൊണ്ട് വന്ന സാഹചര്യമുണ്ട്. പഴയകാല മന്ത്രിസഭകളിലെ പല സാഹചര്യങ്ങളും നമ്മൾ പരിശോധിച്ചാൽ മുൻ മന്ത്രിയായിരുന്ന G. സുധാകരനെയൊക്കെ വിമർശിച്ച് അസോസിയേഷൻ രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. അന്നത്തെ ചില IAS ഉദ്യോഗസ്ഥരുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന തർക്കത്തെ തുടർന്നാണ് അസോസിയേഷൻ ഉദ്യോഗസ്ഥന് പിന്നിൽ അണിനിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അന്ന് VS സർക്കാരിൻ്റെ കാലത്തുള്ള ഒരു സംഭവം പെട്ടെന്ന് ഓർത്തതാണ്. ആ തരത്തിൽ എപ്പോഴും വരുന്ന IAS അസോസിയേഷൻ ഈ കാര്യത്തിൽ ഇതുവരെ ഗോപാലകൃഷ്ണനെ സംരക്ഷിച്ച് പരസ്യമായി ഒരു നിലപാടെടുത്ത് രംഗത്ത് വന്നിരുന്നില്ല. അതേസമയം ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികൾ അത് കൂടുതൽ വിമർശന വിധേയമാവുകയാണ്. അതാണ് വിനോദ്, ആരാണ് ഗോപാലകൃഷ്ണനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നൊരു പ്രധാന പ്രശ്നമുണ്ടല്ലോ. നമുക്കറിയാം, ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാരാണ്, ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. ഈ വർഗീയമായുള്ള വിഷയങ്ങളിലൊക്കെ ഒരുപാട് മാറ്റി നിർത്തപ്പെടേണ്ടവരുണ്ട് എന്ന് പറയുന്നുണ്ട്. വർഗീയ വിഷം ചീറ്റുന്നവരെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്, പരസ്യമായി പറയുന്നുണ്ട്. അവിടെയാണ് മതാടിസ്ഥാനത്തിൽ ഒരു ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, മുസ്ലിം ഗ്രൂപ്പ് വരുന്നു. സമഗ്രമായി തന്നെ അന്വേഷിക്കേണ്ട വിഷയമാണ്. അങ്ങനെയുള്ളവരെ സർവീസിൽ നമ്മുടെ സംസ്ഥാനം തുടരണമോ എന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞ പോലെ ആദ്യം തുടക്കത്തിലെ അന്വേഷണം മുതൽ തന്നെ ഇപ്പോൾ ചാർജ് മെമ്മോ കൊടുക്കുമ്പോഴും
ഏതൊക്കെ തരത്തിലാണ് ഒരു പ്രൊട്ടക്ഷൻ ഈ ഉദ്യോഗസ്ഥർ ഉണ്ടാകുന്നത് എന്നുള്ളത്, അതിന്റെ സമ്മർദ്ദം എവിടെ നിന്നാണ് എന്ന് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. നേരത്തെ വിനോദ് പറഞ്ഞ പോലെ IAS ഓഫീസേഴ്സ് അസോസിയേഷൻ ഒന്നും ഈ വിഷയത്തിൽ പരസ്യമായി പിന്തുണയ്ക്കാൻ രംഗത്ത് വന്നിരുന്നില്ല. ഇതിന്റെ ഒരു പ്രശ്നം അറിയാവുന്നുണ്ടായിരിക്കും, തീക്കൊള്ളി കൊണ്ടാണ് തലയുറയുന്നത് എന്ന് വ്യക്തമായതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷെ അപ്പോഴും എന്തോ ഒരു സംരക്ഷണം ഈ ഉദ്യോഗസ്ഥന് കിട്ടുന്നു എന്നത് വളരെ പ്രധാനമാണ്. അത് ആരാണ് എന്നാണ് ഇനി അറിയേണ്ടത്. രഞ്ജിത്ത് പറഞ്ഞപ്പോൾ ഓർത്തുപോകുന്ന ഒരു കാര്യം, ഈ അടുത്തിടെ വന്ന ഒരു ടാഗ് ലൈൻ തന്നെ, അതായത് ഈ മതപരമായി ചിന്തിക്കുന്നവരെ, അങ്ങനെ സങ്കുചിതമായി ചിന്തിക്കുന്നവർക്കെതിരെയുള്ള ഒരു ടാഗ് ലൈൻ ആയിരുന്നു, നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരും എന്ന ഒരു ടാഗ് ലൈനാണ് ഇപ്പോൾ ഓർക്കുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ ഗോപാലകൃഷ്ണനെ സംരക്ഷിക്കുന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പടർന്നു പോകുന്നത് എന്ന് പറയാതെ തരമില്ല. കാരണം മതാടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അത് തനിക്ക് അറിയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. മാത്രമല്ല, ഈ ഒക്ടോബർ 31 ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അന്ന് രാത്രി 9:35 തന്നെ ഇതിലെ അംഗങ്ങളെ, ഈ വിവാദമായ ഗ്രൂപ്പിലെ അംഗങ്ങളെ എല്ലാം റിമൂവ് ചെയ്യുന്നു. തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്ക് 2:30 തൻ്റെ ഫോൺ ഹാക്ക് ചെയ്തു എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നത്. അതായത് ഇതിൽ ആഡ് ചെയ്യുകയും അത് വിവാദമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആളുകളെ മുഴുവൻ റിമൂവ് ചെയ്യുകയും പിന്നീട് അടുത്ത ദിവസം ഈ ഹാക്കിംഗ് വാദവുമായി വന്നു. അവിടെയും തീരുന്നില്ല, തിരുവനന്തപുരം സിറ്റി പോലീസാണ് ഈ കാര്യങ്ങൾ പരിശോധിച്ചത്. തുടർന്ന് മെറ്റയോടും ഗൂഗിളിനോടും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. ഈ രണ്ട് കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ചത് ഹാക്കിങ്ങിൻ്റെ ഒരു സാധ്യതയും കണ്ടെത്തിയില്ല എന്ന കാര്യമാണ്. മാത്രമല്ല, പോലീസിൻ്റെ ഫോറൻസിക് പരിശോധന കൂടി നടന്നിരുന്നു. അതിലും ഹാക്കിങ്ങിൻ്റെ ഒരു വിവരവും ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഹാക്കിംഗ് വാദം അത് അപ്പാടെ പൊളിഞ്ഞു പോകുന്ന നിലയിലായിരുന്നു. മാത്രമല്ല, ഈ പോലീസിന് 2 ഫോണുകൾ കൈമാറുമ്പോൾ, ഐഫോണും അതോടൊപ്പം തന്നെ സാംസങ്ങിൻ്റെ ഒരു ഫോണുമാണ്, ഈ ഫോണുകൾ പല കുറി ഫോർമാറ്റ് ചെയ്തിരുന്നു. ഈ ഫാക്ടറി റീസ്റ്റോർ എന്ന ആ സെറ്റിങ്സിലേക്ക് കയറി 4 തവണയെങ്കിലും അതിൽ കാര്യങ്ങൾ സേവ് ചെയ്യുകയും പിന്നീട് അത് റീസ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന നിലയുണ്ടായിട്ടുണ്ട്. എന്തിനാണ് ഗോപാലകൃഷ്ണൻ ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്, രേഖകൾ ഒന്നുമില്ലാതെ അത് അവശേഷിപ്പിച്ച് കളഞ്ഞത് എന്നതിലും വലിയ വ്യക്തതയില്ല. ഗോപാലകൃഷ്ണനാകട്ടെ ഇതുവരെ മറ്റേതെങ്കിലും നിയമ നടപടികളിലേക്ക് പോയിട്ടില്ല. സസ്പെൻഷനെ എതിർത്തുകൊണ്ടുള്ള ഏതെങ്കിലും ഒരു നിയമ നടപടിയിലേക്ക് ഗോപാലകൃഷ്ണൻ പോയിട്ടുമില്ല. അവിടെയാണ് ഗോപാലകൃഷ്ണനെ കുറിച്ചുള്ള ഈ ചാർജ് മെമ്മോ, അദ്ദേഹത്തിൻ്റെ ചെയ്തിയുമായി ബന്ധപ്പെട്ടുള്ള ഈ ചാർജ് മെമ്മോയിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അതൊന്നും പരാമർശിക്കാതെ ഉദ്യോഗസ്ഥർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം അത് അവസാനിക്കുന്നത്. അവിടെ ഹിന്ദു ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നില്ല, മുസ്ലിം ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നില്ല. ഒരു വനിതാ IAS ഉദ്യോഗസ്ഥ സ്ക്രീൻഷോട്ട് എടുത്ത് ആ വിവരം പോലീസിന് കൈമാറിയതിനെ കുറിച്ച് പറയുന്നില്ല. അത്തരത്തിൽ യാതൊരു വിവരവും പറയാതുള്ള ഈ ചാർജ് മെമ്മോ ഗോപാലകൃഷ്ണന് സ്വാഭാവികമായും അനുകൂലമായി തീരും എന്നതിൽ സംശയമില്ല. രഞ്ജിത്ത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. VV വിനോദാണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരുതരമായ ചാർജുകൾ ഒഴിവാക്കിയുള്ള ഒരു നീക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ആദ്യം ഇതിലൊരു ആക്ഷേപം വന്നത് വിനോദ്, മറ്റൊന്ന് ഇതാണ്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതായത് ഒരു IT സെല്ലൊക്കെ അന്വേഷിക്കേണ്ട ഒരു കേസ്, ഇതിലെന്തൊക്കെയാണ് സംഭവിച്ചത്, ആരാണ് ഈ ഗ്രൂപ്പിന്റെ പിറകിൽ എന്നൊക്കെ അന്വേഷിക്കേണ്ട ഒരു കേസ് ഇപ്പോൾ നാർക്കോട്ടിക് സെൽ DYSP അന്വേഷിക്കുന്നു എന്നുള്ളതിലും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ, ഈ മേഖലയിലുള്ള നിയമവിദഗ്ധരായ ആളുകൾ ഒരു അസ്വാഭാവികത മണക്കുന്നുണ്ട്. അങ്ങനെ ഒരു അന്വേഷണം ഏൽപ്പിച്ചതിന്റെ പ്രസക്തി എന്താണ് എന്ന കാര്യത്തിലൊക്കെ അതിനൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. അങ്ങനെ അന്വേഷിച്ച ആൾ തന്നെ ഒരു കോമ്പീറ്റന്റ് അല്ല ഇതിനു വേണ്ടി. ഒരുപക്ഷെ അതിന് മുകളിലുള്ള ആളുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി ടെക്നിക്കലി അറിയാവുന്ന ആളുകൾ അന്വേഷിക്കണം എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യ ഘട്ടത്തിൽ കുറ്റമുക്ത അല്ലെങ്കിൽ കാര്യങ്ങൾ ലഘൂകരിച്ചത് മതവിദ്വേഷ പരാമർശങ്ങളൊന്നും ഉണ്ടായില്ല ഈ ഗ്രൂപ്പിന്റെ ഭാഗമായി എന്ന് പറഞ്ഞാണല്ലോ. അപ്പോൾ ആദ്യ ഘട്ടം മുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണത്തിന്റെ തുടക്കം മുതൽ തന്നെ ഈ ഒരു സംരക്ഷണം കിട്ടുന്നുണ്ട്. ഈ കേസ് തേച്ചു വായിച്ച് കളയാനും വലിയ ചർച്ചയാക്കാതിരിക്കാനും ഒക്കെയായി അങ്ങനെയും ഒരു സംഗതി കാണാമല്ലോ. രഞ്ജിത്ത്, ഒരു പരിധിവരെ അക്കാര്യവും നമുക്ക് പറയാവുന്നതാണ്. കാരണം അതുമായി ബന്ധമില്ലാത്തൊരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു എന്നൊരു വാദം. പക്ഷേ അതിനപ്പുറത്തേക്ക് അതൊരു പ്രാഥമിക അന്വേഷണത്തിന് ഒരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുന്നതാണ്. അത് സൈബർ സെല്ല് തന്നെ അന്വേഷിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി. കാരണം മെറ്റയിൽ നിന്നുള്ള വിശദാംശങ്ങൾ തേടുന്നു, ഗൂഗിളിൽ നിന്നുള്ള വിശദാംശങ്ങൾ തേടുന്നു, സംസ്ഥാന പോലീസിൻ്റെ ഫോറൻസിക്കിൻ്റെ പരിശോധന നടത്തുന്നു. അവിടെ ഈ ഉദ്യോഗസ്ഥനെ നിയമിച്ചതിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത്തരം പരിശോധനകളെല്ലാം നടക്കുകയും അതിലെല്ലാം തന്നെ ഗോപാലകൃഷ്ണൻ ഉയർത്തിയ വാദങ്ങൾ അത് ശരിയാണ് എന്ന തരത്തിൽ ഒരു മറുപടിയും ലഭിച്ചില്ല എന്നതാണ്. അതായത് ഗോപാലകൃഷ്ണൻ പറയുന്നത് കള്ളമാണ്, അത് അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ തെറ്റാണ് എന്നത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള മറുപടികളും തെളിവുകളുമാണ് പല ഏജൻസികളിൽ നിന്നായി ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു അന്വേഷണ റിപ്പോർട്ട്
ചീഫ് സെക്രട്ടറിയുടെ കൈകളിലേക്ക് DGPയുടെ ഭാഗത്തു നിന്ന് എത്തുകയും മറ്റൊരു അന്വേഷണം, അതായത് ഈ പ്രശാന്ത് IASന്റെ കാര്യത്തിൽ ഒരു എൻക്വയറി എങ്കിലും ഉണ്ടായിരുന്നു. ഗോപാലകൃഷ്ണന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു എൻക്വയറി പോലും ഉണ്ടായില്ല. ആ എൻക്വയറി പോലും ഇല്ലാതെ ഉചിതമായ നടപടി സ്വീകരിക്കാമെന്ന ഒരു റിപ്പോർട്ടാണ് അന്ന് ചീഫ് സെക്രട്ടറി സർക്കാരിലേക്ക് നൽകിയത്. 2 ഉദ്യോഗസ്ഥരെയും ഒരുമിച്ച് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. പ്രശാന്ത് ആകട്ടെ പിന്നീടും ജയതിലകുമായുള്ള തർക്കത്തെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ജയതിലക് അഴിമതി കാണിച്ചു എന്ന വാദവുമായി പോവുകയും നിയമപോരാട്ടത്തിലേക്ക് പോവുകയും ചെയ്യുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ ഗോപാലകൃഷ്ണന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചൊരു അന്വേഷണം പോലും ആദ്യഘട്ടത്തിൽ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഉചിതമായ നടപടി സർക്കാരിന് തീരുമാനിക്കാം, വലിയ വീഴ്ചയാണ് ഉണ്ടായത് എന്ന തരത്തിലായിരുന്നു റിപ്പോർട്ട് നൽകിയത്. തുടർന്നാണ് ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തുള്ള ഓർഡർ വന്നത്. അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ കമ്മ്യൂണലായിട്ട് ഉദ്യോഗസ്ഥരെ തിരിക്കുന്നതിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായി, സർവീസ് ചട്ട ലംഘനങ്ങൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് അതിൽ ഈ സസ്പെൻഷൻ ഓർഡറിൽ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ, അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഗോപാലകൃഷ്ണന് അനുകൂലമായ നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറയുന്നു എന്നതാണ് ഇപ്പോൾ കാണേണ്ട ഒരു കാര്യം. ആ നിലയ്ക്കുള്ള ചില തോന്നലുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള മെമ്മോകൾ കാണുമ്പോൾ അത് എവിടെ എത്തി നിൽക്കും എന്നത് സ്വാഭാവികമായും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഗോപാലകൃഷ്ണന് അനുകൂലമായ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാര്യമായ നിയമ പോരാട്ടം ഒന്നും നടത്താതെ തന്നെ സർവീസിലേക്ക് തിരികെ എത്താൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുമെന്നത് വ്യക്തമാണ്. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ആരാണ് കവചം തീർക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ പ്രസക്തമാകുന്നത്. BB വിനോദാണ് സമഗ്രമായി 2 വാർത്തകളുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.